നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെ മത്സര രംഗത്തിറക്കി 2020 നടിമാരായ ലക്ഷ്മിപ്രിയ, അഞ്ജലി നായർ, വീണ നായർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിൽ നിന്നും ലക്ഷ്മിപ്രിയ പെരുമ്പാവൂരിൽ നിന്നും ജനവിധി തേടും. റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ പ്രോമി കുര്യാക്കോസാണ് അങ്കമാലിയിലെ സ്ഥാനാർത്ഥി. അഭ്യൂഹങ്ങൾ തള്ളി മത്സര രംഗത്തേക്ക് ഇല്ലെന്ന് 2020 സംസ്ഥാന കോർഡിനേറ്റർ സാബു ജേക്കബ് അറിയിച്ചു. മൂന്ന് നടിമാരെയും സാബു ജേക്കബ് അവതരിപ്പിച്ചത്. ലക്ഷ്മിപ്രിയ പെരുമ്പാവൂരിലും അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിലും ഏറ്റുമാനൂരിൽ വീണ നായരും മത്സരിക്കും. നരേന്ദ്രമോദി രാജ്യത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാനാണ് 2020 സ്ഥാനാർത്ഥിയായി എത്തിയതെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. കിഴക്കമ്പലം എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമം വലുതായി വികസനത്തിന്റെ കാര്യത്തിൽ മാതൃകയായിട്ട് ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സൂപ്പർ മാർക്കറ്റുകൾ, റോഡ്, സ്കൂള്, കുടിവെള്ള പ്രശ്നങ്ങൾ, അങ്ങനെ മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും 2020 ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സന്തോഷം നൽകി. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോകുന്നത്. സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അഞ്ജലി നായർ പ്രതികരിച്ചു. അറിഞ്ഞപ്പം വളരെ സന്തോഷം തോന്നി. സ്വന്തം നാട്ടുകാരെ സെർവ് ചെയ്യാൻ കിട്ടിയൊരു അവസരം, അവരിലൊരാളായിട്ട് നിന്ന് ചെയ്യാൻ കിട്ടിയൊരു അവസരത്തെ ഞാൻ വളരെയധികം താങ്ക്ഫുള്ളാണ് പാർട്ടിയോട്. കോളേജ് കാലത്ത് SFIയിൽ സജീവമായിരുന്നു എന്നും മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് 2020 ചേർന്നതെന്നും വീണ നായർ പറഞ്ഞു. SFIയിൽ ആ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ SFI മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കോളേജിൽ എൻ്റെ സെക്ഷൻ കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ആക്ടിങ്ങും എല്ലാം ആയിട്ട് കുറച്ച് നാൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം വന്നത്. നല്ല അവസരങ്ങൾ വരുമ്പം, നല്ല മാറ്റം വരുമ്പം അതിൻ്റെ ഒപ്പം നിൽക്കുക. റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ പ്രോമി കുര്യാക്കോസാണ് അങ്കമാലിയിൽ 2020 സ്ഥാനാർത്ഥി. അങ്കമാലിക്ക് എന്ത് വേണം, എന്താണ് അങ്കമാലിയുടെ കുറവ്, എന്താണ് അങ്കമാലിയുടെ നന്മകൾ തിന്മകൾ എല്ലാം അറിയുന്ന ഒരാളാണ് ഞാൻ. അവിടെ എവിടെ നികത്തണം, എങ്ങനെ നികത്തണം എന്നൊക്കെ അറിയാൻ ചിലപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ സാധിക്കും. അതിന് ഒരു വലിയ പാർട്ടിയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ സാധിക്കും. താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയതിൽ മറ്റു ലക്ഷ്യങ്ങളില്ലെന്നും വിജയിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും സാബു ജേക്കബ് പറഞ്ഞു. തൃക്കാക്കരയിൽ അഖിൽ മാരാരെയും ഇന്നലെ സ്ഥാനാർത്ഥിയായി 2020 പ്രഖ്യാപിച്ചിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ഒരു കാലത്ത് ആത്മഹത്യയുടെ വക്കീൽ നാട് വിട്ട് കൊച്ചിക്ക് വരുന്ന സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തി ഇന്നത്തെ ഒരു അഖിലാക്കി മാറ്റാൻ ഒരുപക്ഷെ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കാനൊക്കെ പ്രാപ്തനാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇനി ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊരു നിയോഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 20 സീറ്റുകളിൽ മത്സരിക്കുന്ന 2020 എറണാകുളത്ത് 9 ഇടങ്ങളിലാണ് മത്സരിക്കുക. ന്യൂസ് മലയാളം, കൊച്ചി.